ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ്, ഈ ഡിവൈസുകളിൽ സ്വിച്ച് ചെയ്യുന്ന യൂസേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്ന് തന്നെ പറയാൻ പറ്റുന്നൊരു കാര്യമാണ് അവരുടെ വാട്സാപ്പ് ഡാറ്റ, പേഴ്സണൽ, അതോടൊപ്പം തന്നെ വാട്സാപ്പ് ബിസിനസ് ഡാറ്റ, ഇതുപോലുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. നിലവിൽ ഒഫീഷ്യലി നമുക്ക് വാട്സാപ്പ് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ആകെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അതായത് മൂവ് ടു iOS എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സാപ്പ് ഡാറ്റാസ് ഐഫോണിലേക്ക് സ്വിച്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത്, ഡിവൈസ് ഐഫോൺ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അതും വാട്സാപ്പ് ഡാറ്റ മാത്രം. പക്ഷേ വാട്സാപ്പ് ബിസിനസ് ഡാറ്റ നമുക്ക് ഈ രീതിയിലൊന്നും ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ഒഫീഷ്യൽ മെത്തേഡ് പോലും വാട്സാപ്പ് കൊടുത്തിട്ടില്ല. അവിടെയാണ് ടെനോഷയുടെ ഐ കെയർ ഫോൺ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വെറും 3-4 മൗസ് ക്ലിക്കിനുള്ളിൽ നമുക്ക് വാട്സാപ്പ് മാത്രമല്ല വാട്സാപ്പ് ബിസിനസ് ഡാറ്റാസും നമുക്ക് വൈസ് വേഴ്സ ഡിവൈസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുമാത്രമല്ല, ഓൾറെഡി നിങ്ങൾ ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം ഐഫോൺ ആണെങ്കിൽ ഐഫോൺ, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഡിവൈസിലെ യാതൊരു ഡാറ്റയും ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എങ്ങനെയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് സകല വാട്സാപ്പ് ഡാറ്റാസും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെയുള്ള 2 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ഇനി ആക്ച്വൽ പ്രോസസ്സിലേക്ക് പോകാം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആപ്പ് സ്റ്റോറിൽ, അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോവുക. കാരണം ആൻഡ്രോയിഡ് ടു ഐഫോണിലേക്കാണ് നമ്മൾ വാട്സാപ്പ് ബിസിനസ്, ഇവിടെ നിങ്ങൾ കാണുന്ന വാട്സാപ്പ് ബിസിനസ് ഡാറ്റയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. ബോത്ത് വാട്സാപ്പ് ബിസിനസ്സും വാട്സാപ്പും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും ഫോൺ ടു ഫോൺ. അതിനുവേണ്ടി പ്ലേ സ്റ്റോറിൽ പോവുക. ഐ കെയർ ഫോൺ, ടെനോഷയുടെ ഐ കെയർ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ആപ്പിൻ്റെ ഇൻ്റർഫേസ് ഇതാണ്. നമുക്ക് 2 ഓപ്ഷൻസാണ് ഏറ്റവും ടോപ്പിൽ ലഭിക്കുന്നത്, ഡാറ്റ ട്രാൻസ്ഫറും അതോടൊപ്പം തന്നെ ഡാറ്റ മെർജ്. താഴെ പിന്നെ ടൂൾ എന്ന് പറയുന്ന, ടൂൾസ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷനുണ്ട്. അതിൽ നമുക്ക് സ്റ്റാറ്റസ്, നമ്മുടെ വാട്സാപ്പിലിടുന്ന സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഡൗൺലോഡ്സ് ഓപ്ഷനുണ്ട്, ഡയറക്റ്റ് ചാറ്റ് എന്ന് പറഞ്ഞാൽ 3 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ വാട്സാപ്പ് ബിസിനസ്, ഞാൻ പറഞ്ഞു നമുക്ക് നോർമലി അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒഫീഷ്യൽ മെത്തേഡിൽ, അതായത് മൂവ് ടു iOS എന്ന് പറഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വാട്സാപ്പ് ബിസിനസ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കത്തില്ല. എന്നാൽ ഈ ഒരു ടെനോഷയുടെ ഐ കെയർ ഫോൺ എന്നൊരു ആപ്ലിക്കേഷൻ വെച്ച് വാട്സാപ്പ് ബിസിനസ് ഡാറ്റാസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് സകല ഡാറ്റാസും, ഒരു ഫോട്ടോയോ ചാറ്റ്സോ ഒന്നും നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇനി പ്രോസസ്സിലേക്ക് പോകും. വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. അതിനാദ്യം നമുക്ക് 2-3 കാര്യങ്ങൾ നമ്മുടെ വാട്സാപ്പ് ബിസിനസ് അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ ചെയ്തിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ നമ്മുടെ അക്കൗണ്ട് ഓപ്ഷനിൽ പോവുക. അക്കൗണ്ട് ഓപ്ഷനിൽ പോയിട്ട് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡിസേബിൾ ചെയ്യുക. ഞാനിവിടെ എനേബിൾ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ചാറ്റിൽ പോയിട്ട് നമ്മുടെ ചാറ്റ്, വാട്സാപ്പിലുള്ള സകല ഡേറ്റാസും നമ്മൾ ബാക്കപ്പ് ചെയ്യണം. സോ അതിനുവേണ്ടി ചാറ്റ് ബാക്കപ്പിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഫോട്ടോ, വീഡിയോ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്കപ്പ് ചെയ്യണം. ബാക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് ചെയ്ത ബാക്കപ്പ് ഏതാണോ അതായിരിക്കും ഏറ്റവും ടോപ്പിലൂടെ കാണിക്കുന്നത്. അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ 2 കാര്യങ്ങളോടൊപ്പം തന്നെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ. ഇത് നിങ്ങൾ എനേബിൾ ചെയ്യുക. ഇത് 64 ഡിജിറ്റ് ഉള്ള ഒരു എൻക്രിപ്ഷൻ കോഡായിരിക്കും. സോ ടേൺ ഓണിൽ ടാപ്പ് ചെയ്യുക. യൂസ് 64 ഡിജിറ്റ് എൻക്രിപ്ഷൻ കീ ഇൻസ്റ്റഡ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജനറേറ്റ് എന്നുള്ളത് ടാപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കീ ജനറേറ്റ് ആകുന്നതായിരിക്കും. ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്നെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക. സോ ഞാനിവിടെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയാണ്. സ്ക്രീൻഷോട്ട് എടുക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം അടുത്ത സ്റ്റെപ്പിൽ നമുക്കിത് ഉപകാരപ്പെടും. സോ കണ്ടിന്യൂ കൊടുക്കുക. സേവ് മൈ 64 ട്രീ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് കഴിയുമ്പം ഈ ഒരു എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എനേബിൾ ആകുന്നതായിരിക്കും. അപ്പം നമുക്കിവിടെ കാണാം ഓൺ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ നമ്മളുടെ ആപ്ലിക്കേഷനിലേക്ക് വരേണ്ടത്. അപ്പം ഐ കെയർ ഫോൺ ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് വാട്സാപ്പ് ബിസിനസ് ഡാറ്റയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് സെലക്ട് ചെയ്യുക. ആൻഡ്രോയിഡ് ടു iOS എന്നുള്ളത് സെലക്ട് ചെയ്യുക. കണ്ടിന്യൂ കൊടുക്കുക. നമ്മുടെ ലാസ്റ്റ് ബാക്കപ്പ് ആണ് ഇത് സെലക്ട് ചെയ്യുന്നത്. ശരി, അതിന് ശേഷം നമുക്ക് ഇവിടെ ബാക്കപ്പ് ഫയൽ ഡിറ്റക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് പാസ്വേഡ് എൻക്രിപ്ഷൻ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ 64 കീ എൻക്രിപ്ഷൻ യൂസ് ചെയ്യാം. അതാകുമ്പോൾ നമുക്ക് ഈ ഒരു പാസ്വേഡ്, അതായത് OTP വരുന്ന ആ ഒരു ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ഈ എൻക്രിപ്ഷൻ കീ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ OTP വന്നു കഴിയുമ്പം എങ്ങനെ ഇത് സ്റ്റോപ്പ് ആവുമോ അല്ലെങ്കിൽ ബ്ലോക്ക് ആവുകയോ ചെയ്താൽ വലിയ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ളൊരു പ്രോസസ്സ് ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കീ 64 ഡിജിറ്റുള്ള കീ എൻക്രിപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുക. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബാക്കപ്പ് അനലൈസ് ചെയ്യും. ഇനി ഇവിടെ ആയിരിക്കും നമ്മൾ ആ ഒരു 64 ഡിജിറ്റ് കീ, നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കുന്ന കീ ഇവിടെ എൻ്റർ ചെയ്യണം. അതിനുവേണ്ടി ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ നമുക്ക് ഇമേജ് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും എന്ന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോട്ടോസിൽ പോയി ഈ ഒരു കീ നമ്മൾ അങ്ങ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യുക, കംപ്ലീറ്റ് കൊടുക്കുക. അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ വരുന്നതായിരിക്കും, റെക്കഗ്നൈസ് ചെയ്യും. ഈ ഒരു സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ മീഡിയാസാണ് അല്ലെങ്കിൽ ഡേറ്റാസാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നാണ്.
അപ്പോൾ നമുക്കിവിടെ കാണാം പല ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ, വീഡിയോ, സ്റ്റിക്കേഴ്സ്, അങ്ങനെയുള്ള പലതും. അപ്പോൾ ആവശ്യമുള്ളത് നോക്കിയിട്ട് ഇപ്പോൾ എനിക്കിവിടെ വോയിസ് നോട്ടൊന്നുമില്ല, അത് ഞാൻ ഡീസെലക്ട് ചെയ്തു, സ്റ്റിക്കേഴ്സ് ഡീസെലക്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അതൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് നമ്മളുടെ ഫോണിൽ ഐഫോണിൽ വേണം കാര്യങ്ങളൊക്കെ മാറ്റാൻ. അതിനിവിടെ 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നമ്മളെ ഫൈൻഡ് മൈ ഡിസേബിൾ ചെയ്യണം. ഫൈൻഡ് മൈ ടേൺ ഓഫ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടി നമ്മൾ സെറ്റിംഗ്സിൽ, ഐഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോവുക, അക്കൗണ്ട് സെറ്റിംഗ്സിനകത്ത് പോവുക, താഴെ ഫൈൻഡ് മൈ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഓൾറെഡി ഫൈൻഡ് മൈ ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഡിസേബിൾ ചെയ്യുക, ആപ്പിൾ ID പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടി വരും. അങ്ങനെ നമുക്കിത് ഡിസേബിൾ ചെയ്യാൻ സാധിക്കും. വൺസ് ഡിസേബിൾ ആക്കിയതിന് ശേഷം നിങ്ങൾ ഇവിടെ താഴെ ടേൺഡ് ഓഫ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, മേക്ക് ഷുവർ വാട്സാപ്പ് ബിസിനസ് ഈസ് ലോഗ്ഡ് ഇൻ ഓൺ ദ ടാർഗറ്റഡ് ഡിവൈസ്. അതായത് നമ്മുടെ ഐഫോണിൽ നമ്മൾ ഈ ഒരു വാട്സാപ്പ് ബിസിനസ് സൈൻ ഇൻ ചെയ്തിരിക്കണം. അതിനുവേണ്ടി നമ്മൾ വാട്സാപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മൾ നമ്പർ എൻ്റർ ചെയ്ത് ഇത് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ നമ്മൾ ഐഫോണിൽ നമ്മൾ വാട്സാപ്പ് സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഇവിടെ ലോഗ്ഡ് ഇൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലോഗ്ഡ് ഇൻ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിയുമ്പം അടുത്ത ഇൻസ്ട്രക്ഷൻ കാണിക്കും. ഇവിടെ നമുക്ക് കാണാം നമ്മളുടെ ഡിവൈസുകൾ, ആൻഡ്രോയിഡ് ഡിവൈസും നമ്മളുടെ ഐഫോണും നമ്മൾ കണക്ട് ചെയ്യണം. അതായത് USB ടൈപ്പ് സി ആണെങ്കിൽ ടൈപ്പ് സി, അല്ലെങ്കിൽ ലൈറ്റ്നിങ്, ഇത് ഉപയോഗിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഡിവൈസുകൾ കണക്ട് ചെയ്യണം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ട്രസ്റ്റ് കൊടുക്കുക, ഡിവൈസ് ട്രസ്റ്റ് കൊടുക്കുക. ഐഫോണിൽ പാസ്കോഡ് എൻ്റർ ചെയ്യുക. ഇനി നമ്മൾ ഡിവൈസ് ഓപ്പൺ ചെയ്യുക, വാട്സാപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഇപ്പോൾ കാണാം നമ്മളെ ചാറ്റ് വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്തുണ്ടായിരുന്ന അതേ മെസ്സേജുകളോ അല്ലെങ്കിൽ ഫോട്ടോസ് എല്ലാം നമുക്ക് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് വാട്സാപ്പ് ബിസിനസ് ഡേറ്റാസ് അല്ലെങ്കിൽ വാട്സാപ്പ് ഡേറ്റ നമുക്ക് ആൻഡ്രോയിഡ് ടു ഐഫോൺ, ഐഫോൺ ടു ആൻഡ്രോയിഡ് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. നമുക്ക് അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഐഫോൺ ടു ആൻഡ്രോയിഡ്, ആൻഡ്രോയിഡ് ടു ഐഫോൺ വാട്സാപ്പ് ഡേറ്റാസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും വിത്തൗട്ട് ദ യൂസ് ഓഫ് എ PC ഓർ കമ്പ്യൂട്ടർ. നമുക്ക് മാക്കോ ലാപ്പോ കമ്പ്യൂട്ടറോ ഒന്നുമില്ലാതെ നമുക്ക് ഫോൺ ടു ഫോൺ നമുക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും വിത്ത് ദ ഹെൽപ്പ് ഓഫ് iCare ഫോൺ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ യൂസ് ഇതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys in the next video. Till then, peace.